സംസ്ഥാനത്ത് പ്രധാനമായും ഉപയോഗിക്കുന്നത് 5 തരം വേദന സംഹാരികളാണ്. ഇതിൽ ചെറിയ വേദനകൾക്ക് പോലും ഉപയോഗിക്കുന്ന ഡൈക്ലോഫിനാക് ശരീരത്തിലെ വൃക്കകളുടെ പ്രവർത്തനങ്ങളെയടക്കം സാരമായി ബാധിക്കുന്നു. എന്നാൽ ഈ മരുന്നിന് തന്നെയാണ് വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ളതും. പല വേദന സംഹാരികളും റിപ്പീറ്റേഷൻ ഷീറ്റുകൾ വരാറുണ്ട്. അത് ഒന്നുകിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, ഇത് കഴിക്കാൻ പാടില്ല, കഴിച്ചാൽ നന്ന ഫലങ്ങളുണ്ടാവുമെന്ന് പലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചയക്കാറുണ്ട്. പക്ഷേ മിസ്യൂസ് ചെയ്യുന്ന ആളുകളെ അവരെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അറിയാം ഏത് രീതിയിൽപ്പെട്ട ആളുകളാണ്, അവരെന്താ ചെയ്യുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വർഷം തോറും കോടിക്കണക്കിന് രൂപയുടെ വേദന സംഹാരികളാണ് സംസ്ഥാനത്തുടനീളം വിറ്റഴിക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിലെത്തി വേദന സംഹാരികൾ ആവശ്യപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ്. ഡോക്ടർമാരുടെ കുറിപ്പ് കൊണ്ട് പലതവണ ഇത്തരത്തിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ എത്തുന്നവരും ഏറെയാണ്. ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ പറയും ഡോക്ടറെ കാണിച്ചിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതുക. അങ്ങനെ അവർ പറയും നല്ല വേദന ഉണ്ട്, അത്യാവശ്യമായിട്ടൊന്നും തരണം. അപ്പോൾ ഞങ്ങൾ പറയും ഡോക്ടറെ കാണിക്കാതെ തരാൻ പറ്റില്ല, കാരണം ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു അത് തന്നെ ചോദിച്ചിട്ട് പിന്നെയും വരും. അപ്പം പിന്നെ ബുദ്ധിമുട്ടാണ്. കുറേ പേഷ്യൻസ് ചെറുപ്പക്കാരും ഒക്കെ വരലുണ്ട് ചോദിച്ചിട്ട്. ഒരു പ്രാവശ്യം അപ്പോൾ കഴിഞ്ഞ വർഷം കാണിച്ചതൊക്കെ കൊണ്ട് വരും, അങ്ങനെ വരുന്നവരുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും വേദന സംഹാരികൾക്ക് കടുത്ത നിയന്ത്രണമുണ്ട്. രാജ്യത്ത് ഇത്തരം നിയന്ത്രണങ്ങളില്ലാത്തതാണ് സംസ്ഥാനത്ത് വേദന സംഹാരികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം. റിപ്പോർട്ടർ, കോഴിക്കോട്.